ഞാനിപ്പോൾ ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടുണ്ട്. എന്നിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നു, അതാണ് അടുത്ത പരിപാടി. റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ചേർച്ചിലേക്കാണ്. വേണ്ട, ഈ സമയത്ത് ചർച്ചിൽ എൻട്രി ഇല്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. ആ ഒരു പകുതി വരെയുള്ള ചർച്ചിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ ഡേ ടൈം ആണെങ്കിലും. ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ടിട്ട് ഇവിടെ നിന്നേ ക്ലോസ്ഡ് ആണ്, മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് അവിടം വരെയൊക്കെ ഏകദേശം ചെല്ലാൻ പറ്റും. അപ്പോൾ നൈറ്റ് ടൈം ആയതുകൊണ്ടിട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ഇവിടെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, മേളിലേക്കൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കറിയായിരുന്നു ആ ഒരു ക്രിസ്മസ് ടൈമിൽ വരുമ്പോൾ നൈറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ചേർച്ചിട്ടുണ്ടാവും. അതുകൊണ്ടിട്ട് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു നൈറ്റ് ടൈമിൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ, ഇതാണ്ടോ എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയാൽ ചേർച്ച്. ടാഞ്ചൻ സിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ചർച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റീനെ ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണത് പണിതിരിക്കുന്നത്. ഇതാണ്ടോ ഒരു ലോങ് വ്യൂ നോക്കിയേ. ഞാനിത് 0.5 ഇട്ട് ഇത് ചെയ്തു, എന്താ പറയുക, സൂം ഔട്ട് ചെയ്തു. നല്ല ഭംഗിയല്ലേ ചേർച്ച്. അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്, ഇവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് ആണ് വണ്ടികളൊക്കെ പോകുന്നത്, അല്ലെന്നാണെങ്കിൽ ആ സൈഡിലേക്ക്. ഇവിടെ പോലീസ് ഉണ്ടാവും എപ്പോഴും. ട്രാഫിക് ചില സമയങ്ങളിൽ ഇവിടെ വളരെ കൂടുതലായിരിക്കും. കണ്ടോ വണ്ടികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ആൾക്കാർ നിർത്തുവേ. അവിടെ പാർക്കിംഗ് ഇല്ല പക്ഷേ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ടിട്ട് മിക്കപ്പോഴും ഇവിടെ പോലീസ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ചർച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസിറ്റായിരുന്നു ഇത്. ഇപ്പോൾ 7:30 ആയി. നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഡെക്കറേഷൻ അല്ലെങ്കിൽ ആ ഒരു കളർഫുള്ളായിട്ട് ആ ചർച്ചിനെ കാണാം എന്നുള്ള ഒരു ഇതിലാണ് വന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചർച്ച് കണ്ട് ഇതിലേക്ക് കയറാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ പോലെ. അല്ലെന്നാണെങ്കിൽ ആ ഒരു പോയിൻ്റ് ഉണ്ടോ, അവിടെ എൻട്രി ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കയറി ആ ഒരു ഏരിയ ഉണ്ടോ, എൻ്റെ കൈ ചൂണ്ടിയിരിക്കുന്നു, അവിടെ വരെ നമുക്ക് ചെല്ലാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റത്തില്ല, കുർബാന ഉണ്ടെങ്കിലും അവരൊട്ടും കയറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ അവിടെ സർവീസ് ഉണ്ടാവും, കുർബാനയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക്, അതായത് ലോക്കൽസിന് മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ, അല്ലാത്തവർ പുറത്ത് ഇരിക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ് കോഡൊക്കെ നല്ലതാണെങ്കിൽ കുർബാന കൂടാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉള്ളിലേക്ക് കയറ്റി വിടും. അല്ലെന്നാണെങ്കിൽ നമ്മൾ പുറത്ത് വെക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ കണ്ടിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.